പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് മെയ് 20 ബുധനാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാസന അൾത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ സാന്നിധ്യം, ഈ കൃപാസനത്തിൽ വന്നിറങ്ങി പ്രാർത്ഥിച്ചു പോകുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഞാൻ ഇന്നത്തെ ദിവസത്തെ എൻ്റെ മക്കളുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ ദൃശ്യം സമർപ്പിച്ചുകൊണ്ട് ആശീർവദിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കളുടെ മേൽ നിൻ്റെ തിരുമുറുപാർന്ന് മരുന്നുകരം വെക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ശിരസിൻ്റെ രോഗങ്ങൾ, ബ്രെയിനിലെ സിസ്റ്റുകൾ, ബ്രെയിനിലെ ക്യാൻസറുകൾ, ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ രോഗങ്ങൾ ഈ നിമിഷം ഇത് പ്രാർത്ഥന കൂടുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി ഒഴുകുകയും സുഖപ്പെടുകയും ചെയ്യട്ടെ. തൊണ്ടനൊമ്പരങ്ങൾ, അത്തോൺസൈറ്റുകൾ, തൈറോയിഡുകൾ, ശ്വാസകോശ രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, പിസ്തുല രോഗങ്ങൾ, PCOD രോഗങ്ങൾ, സർവാംഗവാദ രോഗങ്ങൾ, വൃഷ്ണരോഗങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ ഉച്ച മുതൽ ഉള്ളങ്കാര് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മരുന്ന് ലേപനമല്ല,
അങ്ങയുടെ വചനമാണല്ലോ അങ്ങയുടെ മക്കളെ സുഖപ്പെടുത്തുന്നത്. വചനത്തിൻ്റെ കരുത്താൽ ശക്തിയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അങ്ങയുടെ മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവെ, ഇന്നത്തെ യാത്ര, ഇന്നത്തെ സംസാരം, ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻസ്, ഇന്നത്തെ ഒപ്പുകൾ, ഇന്നത്തെ എഴുത്തുകൾ, ഇന്നത്തെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, കർത്താവ് ഇന്ന് ചെയ്തു തീർക്കേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളുടെ മേലും എൻ്റെ മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കുകയും മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരം നിലമേലങ്കിയാൽ നിങ്ങളെ പൊതുകയും സന്തോഷത്തോടെ നിങ്ങൾ രാത്രി തിരിച്ചു വരാൻ ദൈവം അനുവദിക്കുകയും ചെയ്യട്ടെ. നിത്യപിതാപുത്രൻ പരിശുദ്ധാത്മാവിനെ നയിക്കുവാവേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലേക്ക് കടക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു. അതിനുവേണ്ടിയാണ് ഓരോ ദിവസവും നമ്മൾ വചനം കേൾക്കുന്നത്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വചനം അറിവിൻ്റെ വരത്തെക്കുറിച്ചാണ്. നമുക്ക് ഈശോ പറഞ്ഞില്ലേ, അറിവിൻ്റെ വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളോട് പറയും. യോഹന്നാൻ 16:14 വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അതായത് നമ്മുടെ ജീവിതത്തിനൊരു ആവശ്യമാണത്. നമുക്ക് എന്താ സംഭവിക്കാൻ പോണത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ആത്മാവിൽ നയിക്കുന്ന ഒരു നിരന്തരം കർത്താവ് പ്രേരണ അറിവ് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് അറിയണമെങ്കിലേ പരിശുദ്ധാത്മാവിനെ ഈ ദിവസങ്ങളെല്ലാം ഞാൻ നിങ്ങളുടെ പരിശുദ്ധത്തെക്കുറിച്ചല്ല പറഞ്ഞത്. പരിശുദ്ധാത്മാവ് നിറയുന്നതോടുകൂടി അറിവിൻ്റെ വരം നമുക്ക് ലഭിക്കും. അത് വരാനിരിക്കുന്ന കാര്യങ്ങൾ അപ്പം നമുക്ക് സൂചനകൾ നൽകും. ഇപ്പം ഞാൻ അച്ഛനായപ്പോൾ തന്നെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഡ്രസ്സ് മാറിയല്ല. അതെന്തുകൊണ്ടാണ്? ഞാൻ ഇടവക വികാരിയാണെങ്കിലും ഒരു മിഷണറി ആകാനാണ് കർത്താവിനെ വിളിച്ചിരിക്കണമെന്ന് എനിക്ക് മനസ്സിലായി. അതാണ് വരാനിരിക്കുന്ന കാര്യങ്ങൾ. അന്ന് ഭയങ്കര പുരുകയാണ്. ഞാൻ ആരും ഇത് ഉടുപ്പിടത്തില്ല. ഞാൻ ഇട്ടിട്ട് ഇന്നുവരെ മാറ്റിയിട്ടുമില്ല. കാര്യം ഇന്ന് ഞാൻ മിഷണറിയായിട്ട് തന്നെ ഇടവകയെ ജോലിയും ശുശ്രൂഷയും മിഷണറി ഒരുമിച്ച് പോകാൻ പറ്റുമെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായത്. അപ്പോൾ അത് പക്ഷേ കർത്താവ് എന്നെ കാണിച്ചു തന്നു. ഇനിയുള്ള അപ്പോൾ ആദ്യകാലങ്ങളിൽ ഭയങ്കര കളിയാക്കും ബുദ്ധിമുട്ടും ഒക്കെ ആയിരുന്നു. പിന്നെ ആരും എന്നെ മൈൻഡ് ചെയ്യാതെ അത് എത്ര അയാളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള രീതി പക്ഷേ എൻ്റെ ബോധ്യമായിരുന്നു ഇത്. കർത്താവിനെ അറിയാത്ത അറിയിക്കുകയാണ്, അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയാണ്. എൻ്റെ സുവിശേഷ വേലയുടെ പ്രേക്ഷിത വേല കൂടി ഇതിൻ്റെ ഭാഗമാണെന്നുള്ളത് കർത്താവ് പറഞ്ഞത്. അതാണ് അറിവിൻ്റെ വരവെന്ന് പറയുന്നത്. 1 കൊരിന്ത്യർ 2:14 ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല. ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. അവനെ വിധിക്കാൻ വിവേചിച്ചറിയുന്നു കാര്യങ്ങളുടെ നന്മ തിന്മകൾ എന്തിനു വേണ്ടിയാണ്. ഇപ്പം നമ്മൾ പറയത്തില്ലേ, എന്തിനു വേണ്ടിയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഓരോ വിഷയം എന്തിനു വേണ്ടിയാണ് എന്താണെന്നുള്ള ഒരറിവുണ്ട്, എന്തിനു വേണ്ടിയാണെന്നുള്ളൊരു ജ്ഞാനമുണ്ട്. അപ്പോൾ നമുക്ക് ജ്ഞാനത്തെക്കുറിച്ച് നാളെ സംസാരിക്കാം. അപ്പോൾ അറിവ് എപ്പോഴും നമുക്ക് വേണം. കാര്യം ആത്മാവിൽ നിറഞ്ഞു കഴിയുമ്പോൾ വരാൻ പോകുന്ന കാര്യങ്ങൾ. ഇപ്പം നിങ്ങൾക്കൊരു കല്യാണം തന്നെയാണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ പറമ്പ് മേടിക്കാൻ പോവുകയാണ്, ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ കർത്താവ് നമുക്ക് അറിവ് തരും അതിൻ്റെ ആവശ്യമില്ലെന്ന്. അല്ലെങ്കിൽ നമുക്ക് അറിവില്ലെങ്കിലും നമ്മൾ അവിടുന്ന് മാറ്റും, ആ പ്രോജക്റ്റിൽ നിന്ന് മാറ്റും. കാര്യം വലിയ വിപത്താണ് വരാൻ പോകണമെന്നുണ്ടെങ്കിലും. ഇപ്പോൾ ഈ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ദൈവമായിട്ട് കണക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ജീവിക്കാൻ പാടായിരിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം.